നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പൊ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ക്രിസ്ത്യാനി എപ്പോഴും, പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവരെ, നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ. കാരണം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ്? ക്രിസ്തു തന്നെയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം, കാര്യം നമ്മൾ ആദ്യം അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, ക്രിസ്തു എല്ലാമാണെന്ന്. കാര്യം എന്താണ്? ഇപ്പോൾ കൊളോസ്യസിൻ്റെ 3:11 ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റാണത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എല്ലാം. കൊളോസ്യസ് 3:11 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായ യേശുക്രിസ്തുവിനെ ഉടമ്പടിയിലൂടെ അതിന്റെ പദ്ധതി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നേടിയെടുക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ഇപ്പൊ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ, വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഇവിടെ വന്നായിരുന്നു. എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ചാൽ അവിടെ വിഷയം, അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിസിറ്റ് ചെയ്യാൻ, അതായത് പോകുന്ന വഴിക്ക്, ഈ വഴിക്ക് ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഒന്ന് കയറിയതാണ്. എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ്. കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോഴേ ശ്രുതികട്ടെ, അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളത് സഞ്ചരിക്കുന്നത്. അപ്പം അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരേണ്ടതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഇതിൻ്റെ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോണത്. ഇത് മറിച്ചൊരു ദൈവവചനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയുണ്ടാകണം. ഇപ്പം ഞാൻ പറഞ്ഞ ജിൻസി ടോമിയുടെ കാര്യമാണ് പറഞ്ഞത്. ജിൻസി ടോമി ഇതിലെ പോകുന്ന സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് അവിടെ കൂടെ വന്നതാണ്. അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവരമ്മയോട് പറഞ്ഞു, അമ്മേ 5 വർഷമായിട്ട് എനിക്ക് മക്കളില്ല. അവർ ഉടമ്പടി ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല. പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. കയറി 5 വർഷമായിട്ട് അവർ മക്കളില്ല. അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, ഇനി മക്കളില്ലാണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ച് നിൽക്കണം ജീവിതത്തിൽ. ഈ പകപ്പോടു കൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷേ പകപ്പോടുകൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയണത്. പകപ്പുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ്. ചില ആൾക്കാർ കടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും. അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും. നമ്മൾ പലപ്പോഴും, ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട്. അക്കാലങ്ങളിലെല്ലാം രാത്രികളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും, ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്, നമുക്ക് പണി കിട്ടുമെന്നാണ്. അതായത് എങ്ങനെ, ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എങ്ങനെ നമ്മൾ തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും
തമ്പുരാൻ നമുക്കൊരു പണി തരും. അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന, അതായത് ദൈവത്തിൻ്റെ കാര്യം. ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കോന്ത്രായും അതിൻ്റെ സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത്. അങ്ങനെ ചെയ്താലും പണി കിട്ടും ചില സമയത്ത്. ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഇത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ്. ദൈവ വിളി പലതരത്തിലുണ്ട്. ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷ മൈക്കും കെട്ടി എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല. ദൈവം എങ്ങനെ വിളിക്കണത്? തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും. ചില പൊട്ടന്മാർ വരത്തില്ല, ചിലർ വരും, ചിലർ വന്നാൽ പോകത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ തിരുസന്നിധി ആൾക്കാർ വ്യാപരിക്കണത്. ചിലർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വരത്തില്ല, വരാൻ തോന്നത്തില്ല. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇപ്പം ജെൻസി ടോമിയുടെ വിഷയം എന്താണ്? അവളുടെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കിയാൽ മാതാവിനോട് പറഞ്ഞ, അമ്മേ 5 കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം. ദാറ്റ്സ് ഓക്കെ. അവൾ ഉടമ്പ എടുത്തിട്ടില്ല. അമ്മയുടെ മുഖത്തേക്ക് അതേ പറഞ്ഞുള്ളൂ. പക്ഷേ വിത്തിൻ അടുത്ത പീരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും. അത് ലൈറ്റ്നിങ് ആയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും. ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും, അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു. അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച്, അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അപ്പോൾ പിന്നെ ഉടമ്പടി ചെയ്ത് വെച്ചും. കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്യും, ഡിസിറ്റോമിറ്റ്. അങ്ങനെ ശരിയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും, എനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും. അതാണ് എൻ്റെ രീതികൾ പോണ രീതി നോക്കണം. അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും വിശ്വാസവും പ്രത്യാശയും ജെൻസിയിൽ വളർന്ന്. എന്താണ്? ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു. അപ്പം ഞാൻ എന്താ ചെയ്യണത്? ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കുമോ? അതിന് ഇനി ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോവുമോ ആൺകുഞ്ഞായി പോവുമോ അതിനെക്കുറിച്ച് ബോധമില്ല. കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും. പണ്ട് പെൺകൊച്ചുങ്ങളാണെന്ന് വെച്ചാൽ ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല. ഇന്ന് മനസ്സിലാക്കി. ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു. എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിൽ ആൺകുഞ്ഞ് ഉണ്ടാകുന്നത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗാണ്. അപ്പോൾ അവളത് ചോദിച്ചു, എനിക്കൊരു മകനെ വേണം. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടേതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത്. ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ 10ഉം 15ഉം ഒക്കെ സാക്ഷ്യങ്ങൾ വരും. അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും. വ്യാഖ്യാനിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ്. അതായത് ഗലാത്യർ 3:22 ഒന്നിന് വായിച്ചുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിൻ്റെ വരുന്നൊരു വിഷയം വാഗ്ദാനം പ്രാപിക്കണത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കൊളോസ്യസിൻ്റെ ഗലാത്യൻ്റെ 3:22 വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ കൊളോസ്യൻസിൻ്റെ 3:11 എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇവക്കില്ല, കിട്ടാത്ത കുട്ടി എവിടെ ഉണ്ട്? യേശുക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട്. കർത്താവിൻ്റെ നമ്മൾക്ക് നമ്മളെപ്പോഴും പറയും, എനിക്ക് കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുഞ്ഞിനെ തന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ്. ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ? ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും. പക്ഷേ എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ?
അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. എല്ലാ ആവശ്യങ്ങളും. ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ്? ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും. ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത്, ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല. കാര്യം ഇതിൻ്റെ സാരസംഗ്രഹം എന്ന് പറയണത്, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതെന്താ? അത് ആദ്യം, അതായത് ഇപ്പോൾ നമ്മുടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര ആക്സസ് വേർഡാണത്. അക്ഷമായിട്ടുള്ളൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 6:33, 32 പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ. അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റെഫറൻസ് കൊടുക്കണം. എന്താണ്? ദൈവരാജ്യത്തിന്. ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെ? നമ്മുടെ വാക്കിലൂടെയാണ്, അല്ലേ? ഇപ്പം ചിലർ പറഞ്ഞു മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്താണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ല ഞാൻ പറഞ്ഞത്, ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചെക്കൻ കാണുക പെണ്ണ് കാണുക പോകുന്ന ചടങ്ങില്ലേ, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ടാ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടികൾ. എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം? അപ്പോൾ അവർ മുതിർന്ന കാർന്നവന്മാരെന്താ ചോദിക്കുന്നത്? നീ വാതുറന്ന് സംസാരിക്കുക, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ, അതാ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്തത് കൊണ്ടാണ്. മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പം ഈ വചനമെന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇത് ആരാണ് നടത്തണത്? അയാൾ ദൈവരാജ്യത്തിലാവും, എന്ന് വെച്ചാൽ ക്രിസ്തുവിലാകും. അപ്പോൾ വചനം എപ്പോഴും നടപ്പെന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന ശക്തിയും അതിൻ്റെ കൊതിയും എൻ്റെ കഴിവും എനിക്ക് നൽകണമേ. അതിനാൽ അതുവഴി ഞാൻ ഈശോയെ അനുഭവിക്കാൻ ഇടയാക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പക്ഷേ നിനക്ക് കുറച്ചുകൂടി സാക്ഷരതയുള്ള വിശ്വാസിയാണെങ്കിൽ നീ അത് തിരിച്ചറിയണം. എന്താ തിരിച്ചറിയേണ്ടത്? ഇതിലൂടെ ക്രിസ്തുവാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു വസ്തുവല്ല വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു വസ്തുവല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ്? ഇതുവഴി ക്രിസ്തുവിനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന്. പിന്നെ എന്താണ്? ക്രിസ്തു, അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വചനം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആദ്യം ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാൻ പറയണത്. ഫസ്റ്റ് റെഫറൻസ് ആദ്യം നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കണം, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിനെ തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. ക്യാഷ് ആൻഡ് കൈൻഡായിട്ടും പല പല ജീവിത വിഷയങ്ങളുടെ പരിപോഷണമായിട്ടും എല്ലാം ക്രിസ്തുവിനെ തന്നെ കിട്ടണത്. കാര്യം ക്രിസ്തു എല്ലാ വിഷയങ്ങളിലും ഇടപെടും. ഇപ്പം അപ്പമില്ലാത്തവർക്ക് അപ്പം കൊടുക്കും, ഇല്ലേ? വീഞ്ഞില്ലാത്തപ്പോൾ വിഴിഞ്ഞ് കൊടുക്കും. ഇങ്ങനെ ഓരോ കാര്യം, ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയത്തിൻ്റെ മേലും ക്രിസ്തുവിലൂടെ ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പരിപാലനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അച്ഛൻ എന്താ ചോദിച്ചതെന്ന് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചു എനിക്കത് കിട്ടിയെന്നല്ല പറയേണ്ടത്. എനിക്ക് ക്രിസ്തുവിനെ കിട്ടി അതിലൂടെ.
അപ്പം ഈശോയ്ക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴേ കർത്താവിന്റെ വചനം ഞാൻ പാലിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തതിന്റെ പ്രകാരം അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് എനിക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുവാണെന്ന് ആ അനുഗ്രഹത്തിലൂടെ എനിക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിലൂടെ എനിക്ക് ക്രിസ്തുവിനെ തന്നെയാണ് ലഭിക്കണമെന്നുള്ള വലിയ വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴേ ധ്യാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വഴിയെന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം, എന്തെല്ലാം നമ്മുടെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ഗലാത്യർ 4:3-22 എന്താ കണ്ടത്? വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. പിന്നെ എന്താണ് വേണ്ടത്? പ്രത്യാശ, പ്രാർത്ഥന. പ്രത്യാശയും പ്രാർത്ഥനയും. അതിൻ്റെ വചനം നടപടി പുസ്തകം 26:7. നടപടി പുസ്തകം 26-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പൊ അതായത് ദൈവജനത്തിന് വാഗ്ദാനം പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്ന പ്രാപിക്കാൻ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയും പകലും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയുണ്ട് അല്ലേ? ഇപ്പം ഞാനൊക്കെ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും. അസുഖമാണെങ്കിൽ ഭയങ്കര തളർന്നൊക്കെ പോവുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ എഴുന്നേക്കാൻ താമസിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിലും 2 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് രാത്രി പ്രാർത്ഥിച്ചിരിക്കാം. അത് രാത്രി പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾക്ക് സാധാരണ പ്രാർത്ഥനയേക്കാൾ ഉപരി നമുക്ക് കുറച്ച് അതിൻ്റെ അകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് വേണം രാത്രി പ്രാർത്ഥിക്കണമെങ്കിൽ. അപ്പോൾ ഞാനൊരു ജപമാല ചെല്ലത്തുള്ളൂ, ചിലപ്പോൾ 2 ജപമാല ചെല്ലും. വെച്ചാൽ ഉറക്കം പോവുമല്ല നമ്മൾ. സ്വാഭാവികമായിട്ട് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ വേറെ സെറ്റാവും. ആ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന കൂടി, ഒരു ജപമാല ചെല്ലാനുള്ള സമയം കൂടി കിട്ടും. ചിലപ്പോൾ 2 ജപമാല ചെല്ലും. ഇപ്പം അങ്ങനെ ചെല്ലണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ, രാത്രികാലങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്നത് വിശ്വാസം മാത്രമല്ല, രാത്രി പ്രാർത്ഥനയ്ക്ക് സ്നേഹമുണ്ടാകും ദൈവത്തോട്. കാര്യം ദൈവവും നമ്മളും മാത്രമേ ഉള്ളവിടെ 2 വ്യക്തികൾ. ഉടമ്പടി എടുത്ത നീയും ഉടമ്പടിയുടെ കക്ഷിയായിരിക്കണ അടുത്തതാരാണ്? ദൈവമാണ് അല്ലേ? ഉടമ്പടിയുടെ 1-ാം കക്ഷി ദൈവവും 2-ാം കക്ഷി നമ്മളുമാണ്. ഇത് ഉഭയ കക്ഷിയാണ്, അതായത് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അപ്പം നമ്മൾ നമ്മുടെ കക്ഷിയുമായിട്ട് കാണുകയാണ്. അപ്പം നിസ്സാര കാര്യമല്ലത്. കാര്യം പകലൊക്കെ ഒത്തിരിയേറെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുകയും വിളിക്കുകയും നമ്മൾ തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴും രാത്രി ഈ സമയത്ത് ആരും നമ്മളെ വിളിക്കാനില്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പം എന്താ പറഞ്ഞത്? അതാണ് പൗലോസ് പറയണത് ഈ ആക്സ് നടപടി പുസ്തകം 26:7 ഞങ്ങൾ 12 ഗോത്രങ്ങളാണ്. 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അതാണ് വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഒരു സംഭവം. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ ഓർക്കും ഒരു പണിക്കും പോകാതിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല, മനസ്സിലൊരു ഓർമ്മയാണെല്ലാം അല്ലേ? മനുഷ്യന് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഓർക്കാം. ഇപ്പം സ്മൃതി കുർബാനയില്ലേ? സ്മൃതി കുർബാന ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്ത് കുർബാന അർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഓർമ്മയിൽ കർത്താവിൻ്റെ പീഡാസകനങ്ങളെയും അതുപോലെ തന്നെ ആ തിരുവചനങ്ങളെയും ഒക്കെ ഓർമ്മയിൽ കൊണ്ടുവരും. എനിക്ക് സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
ഒരു 2 ദിവസങ്ങൾ എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അവിടെ കുർബാന അർപ്പിക്കാൻ പറ്റിയ യോഗ്യതയുള്ള സ്ഥലമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപൂർവമല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബൈബിൾ ഭാഗങ്ങളെല്ലാം വായിക്കും. ആ സമയത്ത് ഇരുന്നുണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുർബാന സ്ഥാപനത്തിൻ്റെയും വചനങ്ങളെ. ഇപ്പം എന്താണ് കാര്യം? കർത്താവിനറിയാം സിറ്റുവേഷൻസ് എന്താണെന്ന്. പക്ഷെ നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, ഉള്ളിലുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ബലിവചനങ്ങളുടെ സമയത്തൊക്കെ മുട്ടേ നിൽക്കും. ഇവിടെ ഞാൻ ബെഡ്റൂമിൽ മുട്ടേ നിൽക്കും. അതെന്താ വെച്ചാൽ എന്താ സംഭവിച്ചാൽ അപ്പോഴാരെ കാണിക്കാനാണ് മുട്ടേ നിൽക്കുന്നത്? ദൈവത്തെ കാണിക്കാനാണ്. എന്താ കാര്യം? ഞാനും ദൈവവും മാത്രമേ എൻ്റെ മുറിയിലുള്ളൂ, ഈശോയും മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ആ സ്വകാര്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എൻ്റെ ദൈവം തന്നെയാണ്. ഇതാണ് വിഷയം എന്നത്. നിൻ്റെ സ്വകാര്യതയിൽ ദൈവത്തിന് അറിയണം നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ദൈവമാണെന്ന്. ഇവിടെയാണ് നമുക്ക് പാളിപ്പോണത്. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയേണ്ട കാര്യം, ഞങ്ങൾ 10,000 കുമ്പസാരം കേട്ടുള്ളതാണ്. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ ദൈവമല്ല, ദൈവം അവസാനത്തെ ആൾ പോലും അല്ല. ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി. സാധാരണ മനുഷ്യൻ്റെ സ്വകാര്യതയിൽ ദൈവം ആദ്യത്തെ ആളുമല്ല, അവസാനത്തെ ആളുമല്ല. അവിടെ സ്വകാര്യമായിട്ടുള്ള സന്തോഷങ്ങളുടെ കാര്യങ്ങളായിരിക്കും അവിടെ സ്വകാര്യതയുണ്ട്. ഇതാണ് ഒരു ജഡിക മനുഷ്യനെ ആത്മീയ മനുഷ്യനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ നിൻ്റെ സ്വകാര്യതകളെ വളരെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ അവിടെ യേശു തന്നെയായിരിക്കണം ഒന്നാം സ്ഥാനമുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ സ്വകാര്യതയിലെ നിനക്ക് തന്നെ ഒന്നാം സ്ഥാനം കിട്ടാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ സമർപ്പിക്കുന്നു, കടഭാരങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ നടപടി പുസ്തകത്തിൻ്റെ 26:7 ഇവിടെ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം പ്രാർത്ഥനാ മൈൻഡാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ മൈൻഡ് വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നീ ഒരു ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, രാത്രി ഉടമ്പടി പ്രാർത്ഥന ഉണ്ട്. അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് അവസരവും സ്വസ്ഥതയും സമാധാനവും അതിനുള്ള സൗകര്യമൊക്കെ കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും വചനത്തെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം. കാര്യം വചനമെന്ന് പറയുമ്പോൾ വചനത്തെ വളരെ ഭവ്യതയോടെ ദൈവസ്നേഹത്തോടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വചനത്തിലൂടെ ദൈവം അവനോട് സംസാരിക്കും, എല്ലാ വിഷയവും സംസാരിക്കും. ഇപ്പോൾ നിന്നെ ഒരാൾ അടിച്ചെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും വിഷയം ഉണ്ടായി, അടി കിട്ടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ നിനക്ക് ഉടനെ നിനക്ക് തോന്നണം കേസ് കൊടുത്തേക്കാം. അപ്പോഴേ നിൻ്റെ മനസ്സിൽ പറയും കേസ് കൊടുക്കണോ, കർത്താവിന് എന്താ ഈ കാര്യത്തിൽ ഉദ്ദേശിക്കണത് എന്ന് ചോദിക്കണ്ടേ, അറിയണ്ടേ. അപ്പോഴേ അതായത് നമ്മൾ ആധ്യാത്മിക മനുഷ്യർ, കർത്താവുമായിട്ട് ബന്ധമുള്ളവർ ഓരോ വിഷയത്തിനും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു പോകേണ്ടത്. ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കാൻ തുടങ്ങി ദൈവം പറയണനുസരിച്ച് ചെയ്യത്തുള്ള എങ്കിൽ നീ കുറച്ച് കഴിയുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നിനക്ക് ക്ലൂ തരും, നീ എന്താ മൂവ് ചെയ്യേണ്ടത്. പിന്നെ സ്വപ്നത്തിലൊക്കെ സംസാരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നല്ല ഒരു സാക്ഷ്യമാണ്. അതായത് ആ ചേച്ചി ഉടമ്പടി ചെയ്തപ്പോഴേ അമ്മ തന്നെ പറഞ്ഞു, അതായത് അവരുടെ പേര് ബെൻസി അങ്കമാലി. അതായത് ബെൻസി അങ്കമാലി USA അവർക്ക് വിസ ജോലിക്ക് പോകുന്നൊരു വിഷയമാണ്. കാരണം കുറേ പ്രശ്നങ്ങൾ അവർക്ക് വന്ന് അപ്പോൾ അവരൊന്ന് ഉടമ്പടി ചെയ്ത്
ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ സ്വപ്നത്തിൽ അവരോട് പറഞ്ഞ് 87 വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു. അയ്യോ, നമ്മൾ ഞെട്ടിപ്പോവും വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. 87, അതായത് ലേബർ ലോ ചേഞ്ച് എന്ന് പറഞ്ഞു. അത് ഇവർക്കറിയത്തില്ല. ഇവള് വിചാരിച്ച് അപ്പം അമ്മയാണ് സ്വപ്നത്തിൽ വന്നതെന്ന് മനസ്സിലായി. പക്ഷെ അമ്മയുടെ രീതി എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഡീല് ചെയ്യും. നമ്മളിതിപ്പോൾ ഉടമ്പടിയിൽ വന്നൊക്കെ മനസ്സിലായതൊരു കാര്യം, ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എനിക്ക് നല്ലവണ്ണം അത് മനസ്സിലാകും. കാര്യം ഉടമ്പടി അമ്മ തരണ മുമ്പ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കാര്യം 1989 ശുശ്രൂഷ തുടങ്ങിയത്. 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 2015 നമുക്ക് ഉടമ്പടി കിട്ടിയത്. അത്രയും കാലത്തെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ എനിക്കറിയാം. പണ്ടെനിക്ക് സാക്ഷ്യപേടകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, കൃപാസനത്തിന് സാക്ഷ്യപേടകം. ഇപ്പോഴും ഉണ്ട് ആ പുസ്തകത്തിന്, പഴയ കോപ്പികൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളെല്ലാം ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പുസ്തകമാണത്. ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കാൻ, ആശുപത്രി രോഗികളായിട്ടിരിക്കുന്ന സമയത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കും, ഇല്ലേ? അപ്പം അത് അങ്ങനെ ഒരു സുവിശേഷ ജോലിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാക്ഷ്യപേടകം. ആ സാക്ഷ്യപേടകത്തിൽ ഒരു 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്, നല്ല സാക്ഷ്യങ്ങൾ. പക്ഷേ ഉടമ്പടിയുടെ കാലം വരുമ്പോൾ ഉടമ്പടി വെരി പർട്ടിക്കുലർ, വെരി പേഴ്സണൽ, അപ് ടു ദി മാറ്റർ. അതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തതയുണ്ടാകും. വ്യക്തതയല്ല, വളരെ വ്യക്തിപരമായിരിക്കും, ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. എബവ് ഓൾ ഇറ്റ് ഈസ് സോ പേഴ്സണൽ. ഇപ്പോൾ വ്യക്തിയോട്, ഇപ്പോൾ അമ്മ എന്താ പറയണത്, നിന്നെ അവളോട് പറഞ്ഞ അവളോട് എന്താ അമ്മ പറഞ്ഞത്? അതായത് രാത്രി അവൾക്കുണ്ടാകുന്ന സ്വപ്നമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ കർത്താവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബെൻസി വർഗീസ് അങ്കമാലിയിലുള്ള സഹോദരിയുടെ പ്രശ്നം, അവർക്ക് എമിഗ്രേഷനിൽ നിന്ന്, US എമിഗ്രേഷനിൽ നിന്ന് ഒരു പേപ്പർ വരണം. പക്ഷേ അവരോട് ഇവരുടെ ഏജൻസി അല്ല, ഇവർ പോകേണ്ട സ്ഥലത്തുള്ളവർ ഈ പേപ്പർ വന്നാൽ മാത്രമേ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ, വിസ പ്രൊസീഡിങ്സ് നടക്കത്തുള്ളൂ. പക്ഷെ അത് ഇവർ വിളിക്കാൻ പറയാനുണ്ട് അങ്ങോട്ട്. അപ്പോൾ അവർ പറയുന്ന, ബെൻസി പറയേണ്ടതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അമേരിക്കയിലുള്ളവർക്ക് രാത്രി, നമുക്ക് പകലാണ്. അപ്പോൾ ഞാൻ പകൽ വിളിച്ചാൽ അവർ രാത്രി ആയിരിക്കും, അവർ ഉറക്കമായിരിക്കും. അത് കാരണം ഞാൻ കുറേ ദിവസങ്ങൾ രാത്രി ഉറക്കം നിന്ന് ഇവരെ വിളിച്ച്, അവർക്ക് പകലാണല്ലോ. അപ്പോൾ ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, അതിനാണ് അവരൊന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതായത് വിളിച്ചു കഴിയുമ്പോൾ അവസാനം ഒരു പ്രാവശ്യം കിട്ടിക്കഴിയുമ്പോൾ ഈ അമേരിക്കക്കാർ ബെൻസി പറയണത്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്ക് പറ്റണില്ല, എനിക്ക് മനസ്സിലാണില്ല. അപ്പോൾ വെറുതെ ലാഗിയാണ്. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണിത്. അമേരിക്കയിലൊക്കെ ബ്രിട്ടനിലൊക്കെ പോകുന്ന എല്ലാവർക്കും അനുഭവിക്കേണ്ട പ്രശ്നമാണ്. നമുക്ക് പകൽ, അവർക്ക് രാത്രി. അതുതന്നെ ഭാഷയുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവർ പറഞ്ഞ ഇംഗ്ലീഷ് നമുക്കും മനസ്സിലാണില്ല, പണിയായി. അവസാനം അമ്മയോട് ഇവൾ പറയും, ഇവൾ ലൈറ്റൊക്കെ അതിൻ്റെ പേര് റിക്വസ്റ്റ് ഇടും. കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനകളൊന്നാണ് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ്. അതാണ് ആൾക്കാരെ ആദ്യമായിട്ടും അമ്മ ഹൈ പറയണത്. അവിടുന്ന് അക്കൗണ്ട്, അമ്മയുമായിട്ടൊരു മരീൻ അക്കൗണ്ടാണത്. കാര്യം കയ്യെത്താത്ത ദൂരത്ത് നിൽക്കുന്ന ആൾക്കാർ, ആലപ്പുഴ എത്താനുള്ള സമയമോ സൗകര്യമോ ഇല്ലാത്ത ആൾക്കാർ അന്യ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കോണ്ടിനെൻസിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ ഉടനെ ചെയ്യണ, എനിക്ക് ഉടമ്പടിയും ലൈറ്റക്കാനിലും ഒരുമിച്ച് അമ്മ തന്നത്. എനിക്കറിയാതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയണ ആളല്ല ഞാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷേ എനിക്കതിൻ്റെ ടെക്നിക്കൽ വശമോ എൻജിനീയറിംഗ് വശമോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സാധനം പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പഠിക്കണേന് തന്നെ വളരെ ഇവിടെ ഉള്ള പ്രവർത്തകർ തന്നെ വളരെ എഡ്യൂക്കേറ്റഡാണ് ഇതിൻ്റെ അകത്തുള്ളവർ.
അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനുവേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കില്ല, ഇതുവരെ വന്നിട്ടുമില്ല. എല്ലാ വർക്കും ഓഫീസും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല. പക്ഷേ എന്താ പ്രശ്നം, എങ്കിലും ഞാനെനിക്ക് ഈ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തുന്ന സമയത്ത് എനിക്ക് ലിങ്ക് കിട്ടി. ലിങ്ക് കിട്ടിയിട്ട് എനിക്ക് മനസ്സിലായി ഇത് എന്തോ പ്രാർത്ഥനയുടെ ലിങ്കാണ്. ഞാൻ ലിങ്ക് എടുത്തിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞു, ഇത് എനിക്ക് ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തിരികെ എത്തണം മാതാവിൻ്റെ മുമ്പിൽ. ആൾക്കാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരൊരു തിരികെ എത്തണം ഇവിടെ, ആ പേരെഴുതി കാണിക്കണം. അതായത് ഞാൻ ഈ ഡിക്സൺ എന്ന് പറഞ്ഞ എൻ്റെ സഹോദരന്, അങ്ങനെയാണ് കമ്പ്യൂട്ടർ കാര്യം ചെയ്യേണ്ടത്, എഞ്ചിനീയറിങ് കാര്യം ചെയ്യണം. അദ്ദേഹത്തെ സമർപ്പ് ഞാൻ ജോമാല ചെയ്യും. മാതാവ് ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്, ഞാൻ ഉദ്ദേശിച്ച കാര്യം അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. കാര്യം അപ്പം അങ്ങനെയൊക്കെ അഭിഷേകം കിട്ടുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ചായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ലൈറ്റ് ക്യാൻഡിൽ അടിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പേരും തിരിയുമായിട്ട് മാതാവിന് മുമ്പിൽ 10 മിനിറ്റ് കയറാം, 10 ദിവസം കത്തി നിൽക്കും. അപ്പോൾ ഞാനങ്ങനെ ഓർത്ത് ഇത് ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ടെക്നിക്കായിട്ട് ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുമോ? ഞാൻ ഭയങ്കര ആവേശത്തിലാണ് അമ്മ എനിക്ക് അഭിഷേകം തന്നിട്ട് ഞാൻ പറയണത്. ഇത് ചുമ്മാ ഇങ്ങനെ കമ്പ്യൂട്ടറെ കുത്തി പേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തിരി തെളിയുമ്പോൾ ഉടനെ ദൈവം കേൾക്കുക എന്ന് ആരെങ്കിലും യുക്തിവാദം ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഈ വിഷയം അമ്മയോട് പറയാം, അമ്മേ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം തിരി കത്തിക്കുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ കളി പോലെ വരുക, മൊത്തം കളിയാണല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സത്യാവസ്ഥകളെ ചോദ്യം ചെയ്യപ്പെടും. അതെനിക്ക് സങ്കടമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് എന്ത് എൻ്റെ മനസ്സിലുണ്ടാകണം എല്ലാം ഞാൻ അതുപോലെ പറയും. നിങ്ങൾ എൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഫോർമാറ്റിലായിട്ട് പ്രയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം. കാര്യം നമ്മൾക്ക് എന്തായാലും അമ്മയോട് ഉള്ളതുപോലെ അങ്ങോട്ട് നമുക്കറിയാവുന്ന ഭാഷ കൺവേ ചെയ്യണം. അത് ഭയങ്കരമായ മറുപടി ഉണ്ടാകും. കാര്യം നമ്മുടെ ജീവിതം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും ദൈവം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം കറക്റ്റെന്ന് ഞാൻ പറയുന്നത് കാശ് നമുക്കും തെറ്റിപ്പോകും, അതല്ല പ്രശ്നം. ബോധപൂർവം നമ്മളെ തെറ്റിലേക്ക് വീഴാത്ത ശ്രദ്ധ ഉണ്ടാക്കണം. മനുഷ്യന്മാരാണ് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അറിയാതെ തെറ്റുണ്ടായാൽ പോലും ശിക്ഷിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിയാത്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പം അറിയാത്ത തെറ്റുകളുണ്ട്. അറിയാത്ത തെറ്റുകൾ അറിയാത്ത കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ മനുഷ്യത്വത്തിൻ്റെ ആ കോൺഷ്യസിൽ ദൈവം തെറ്റും ശരിയും എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് ജാതിയും മതവും ഇതൊന്നുമില്ല. തെറ്റിനും ശരിക്കും എല്ലാ മനുഷ്യന്മാർക്കും അതല്ലേ മനസാക്ഷി തന്നെയാണ് അവരുടെ നിയമം എന്നൊക്കെ സെൻറ്റ് പോൾ പറഞ്ഞത്. എന്താണ് നിയമം ലഭിച്ചിട്ടില്ലെങ്കിൽ വിജാതീയരായ അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് അവരുടെ മനസാക്ഷി തന്നെയാണ് നിയമമെന്ന് പറയും. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരെ ക്രിസ്തുവാണ് മനുഷ്യത്വത്തിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫോം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൊളോക്കിയൽ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര പേഴ്സണൽ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊക്കെ ടെക്നിക്ക് പ്രെയറായിട്ട് ആൾക്കാർക്ക് തോന്നും. കാര്യങ്ങൾ ശരിയാണ്, ഭയങ്കര അവിടെ അഭിഷേകം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? അതായത് അമ്മേൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ചിന്തയെന്ന് പറയണത് ചിന്തയല്ല, ബോധ്യം. കാര്യം നമുക്ക് ചിന്തയായിട്ടല്ല വരണത്, എപ്പോഴും ബോധ്യമായിട്ടാണ് വരണത്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കുമോ ഇതായിരിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയതാണോ അല്ലാണോ അങ്ങനെ ഇങ്ങനെ അഴകുഴമ്പം പരിപാടിയൊന്നുമില്ല. നമുക്കുള്ള കൺവിക്ഷനാണ്, ഫേം കൺവിഷൻ. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് ലഭിക്കുന്നത് ഫേം കൺവിഷനാണ്. എന്നുവെച്ചാൽ കറ കളഞ്ഞ ബോധ്യം കിട്ടും. അപ്പം അമ്മ എന്നോട് പറഞ്ഞെന്താ പറയാമോ? എടാ അത് എന്ന് വെച്ചാൽ കൃപാസനത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ അതാണ് ഇതിൻ്റെ ആസ്തി. അയ്യോ, അത് കേട്ടോടുകൂടിയാണ് ഞാൻ ഞെട്ടിപ്പോയി, സന്തോഷമായി. അതായത് കൃപാസനത്തിലെ നീ ബ്ലെസ്സിങ്സ്, നീ അഭിഷേകം മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അഖണ്ഡ ജപമാലയല്ല ഇവിടെ നിന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അഖണ്ഡ ജപമാല ചെല്ലുന്ന ഒരു വ്യവസായൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വർഷങ്ങളോളം രാത്രിയും പകലും ജപമാല ഉണ്ടായിരുന്ന അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. കടലോരത്ത് 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. കടലിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ കൊച്ചി തൊട്ട് 2 മാസം 60 ദിവസം പുന്നപ്പുറ വരെ ഓരോ സന്ധ്യയ്ക്കും പോയിട്ട് കടപ്പുറത്തേക്ക് ഓരോ യോഗം വിളിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവിടെ പ്രസംഗിച്ച് അതെല്ലാം സുവിശേഷ പ്രകടനം 10 കൊല്ലം ചെയ്ത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 10,000 കണക്കിന് ആൾക്കാരുടെ കൺവെൻഷൻ.
അതിന് കൃപാസനം ഇവിടെ തുടങ്ങിയപ്പോഴും ഈ 365 ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട് 365 ദിവസവും 24 മണിക്കൂറും ഇതെല്ലാം ആസ്തിയാണ്. അപ്പം ഇതിൻ്റെ ആസ്തി ഭയങ്കരമാണ്. ഈ ആസ്തിയിലാണ് ലൈറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ആ ചേച്ചി എന്താ ചെയ്തിരിക്കുന്നത്, ബെൻസി എന്താ ചെയ്തിരിക്കുന്നത്, അവർ അമേരിക്കക്കാരോട് സംസാരിക്കണത് അവർക്ക് മനസ്സിലാണില്ല. രാത്രി ഉറക്കാൻ നിലക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കുന്നത്, ഇവരോട് സംസാരിക്കാൻ വേണ്ടി, അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറയണത് ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാണില്ല, ഇവർ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല. അപ്പോഴേ കൺഫ്യൂഷൻ. ഇപ്പോൾ ഇവരെന്ത് ചെയ്ത് കൃപാസ എത്തുന്നുമ്പോൾ അവർ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട്. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടോടുകൂടി അമ്മേ എനിക്ക് എമിഗ്രേഷൻ ക്ലിയർ ആകുന്നില്ല, എനിക്ക് അവിടുന്ന് ഒരു കൺകറൻസി കിട്ടിയാൽ മാത്രമേ വിസ പ്രോസസ്സിങ് തുടങ്ങത്തുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിട്ടോടുകൂടി ഈ ബെൻസി വർഗീസിൻ്റെ രാത്രി അമ്മ അവർക്ക് സ്വപ്നത്തിൽ കണ്ടിട്ട് പറയും 87 വർക്ക് ലോ അറേഞ്ച്മെൻ്റ് എന്ന് പറയും. അയ്യോ, അത് അവരെ സാക്ഷ്യം കേൾക്കാൻ ഇന്നിട്ടിരിക്കുന്ന സാക്ഷ്യമാണത്. അതായത് 87 ദിവസം കഴിയുമ്പോൾ ഈ രാജ്യത്ത് വർക്ക് ലോ അറേഞ്ച് നിനക്ക് പറ്റുന്ന രീതി, നിന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ തൊഴിൽ നിയമം മാറാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഞെട്ടിപ്പോകും നമ്മുടെ. അതായത് ഒരു വ്യക്തി ഏത് വിഷയത്തിലാണ് വേദന അനുഭവിക്കണത്, കൈയും കാലും എത്താത്ത രീതിയിൽ നടുക്കടലിൽ കിടക്കുന്നത്, ആ പർട്ടിക്കുലർ വിഷയത്തിൽ ദൈവം ഇടപെടും. പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അമ്മ ചേഞ്ച് ചെയ്യും. ഇത് പുതിയ കാര്യമല്ല. ഞങ്ങളിതിങ്ങനെ വലിയ അത്ഭുതമില്ലാതെ പറയണ കാര്യം, ഈ രാജ്യങ്ങളുടെ നിയമങ്ങൾ അമ്മ ചേഞ്ച് ചെയ്യണത് ഏതാണ്ട് 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിന്നെ ഏത് അക്കൗണ്ടിലും അമ്മ നിലനിർത്തും. എൻ്റെ മക്കളെ, എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപമെന്ന് പറയണ എന്താ, ആ ദൈവത്തിൽ നിന്ന് അകന്നു പോണത് മാത്രമാണ്. അല്ല നീ ചെയ്ത് കൂട്ടണ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊന്നും അല്ല. പാപമെന്ന് പറയണ എന്താ, നിന്നെ പരിപാലിക്കണ ദൈവത്തിൽ നിന്ന് മറന്നു പോണത്, ഓർക്കാതിരിക്കണതാണ് പാപം. ശരിക്കും ഞാൻ മുമ്പ് എന്താ പറയുന്നത്, പാപം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരായി വരുന്ന എല്ലാ പാപം, അത് ജനറലാണ്. ഇത് പെർട്ടിക്കുലറായിട്ട് വരുമ്പോൾ എന്താ പറയുക, പാപം എന്ന് പറയുന്നത് നിന്നെ ഇതുപോലെ സ്നേഹിക്കണ ദൈവത്തിനും കുറിച്ച് ഓർക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടത്തില്ലേ, ഓർക്കാണ്ട്, ദൈവത്തിന് ഓർക്കാണ്ട്. ഇന്നലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. ഒരു ചെറിയ അങ്ങേരുടെ തോട്ടത്തിലൊരു ചെറിയ അടിയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു റിവോൾവറിൻ്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ പറയും എന്തിനു ഷൂട്ട് ചെയ്യാനാണ്. അപ്പോഴേ കർത്താവിനോട് പറഞ്ഞ് അവനോട് പറയണം, ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുതെന്ന്. ബൈബിളിലുണ്ടാകുന്ന സാധനമാണ്, ബൈബിളൊരു വാക്കാണത്. ആത്മാവിൽ തുടങ്ങും പലരും, പക്ഷേ ലോകത്തിൻ്റെ ഇവിടെ മനുഷ്യനെ പൊറുപ്പിക്കത്തില്ല. വഴിയെ പോണവനും കയറി നമ്മളെ ഞൊണ്ടിച്ചും പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അലർജറ്റിക്കാവും. അലർജറ്റിക്കായി കഴിയുമ്പോൾ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളും മാനുഷികവുമായിട്ട് തന്നെ പ്രതികരിക്കും. ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. നിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ വളർന്നു, നീ ദൈവത്തിൻ്റെ കൂടെയാണോ, നീ ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട് ഒക്കെ വരുമ്പോൾ നീ ഒക്കെയാണ് ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് നീ വിചാരിക്കും. ഉടനെ നീ ഇവിടം വരെ എത്തിയെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് കർത്താവ് അടുത്ത ഒരു പാഠം തുടങ്ങും, അടുത്തൊരു സിലബസ് തുടങ്ങും. വഴിയെ പോകണമെന്ന് നമ്മുടെ താടിക്കട്ട് തട്ടിച്ചും പോകും. ഇപ്പം വെറുതെ ഒരു കാര്യമില്ലേ, അവൻ്റെ പുറകെ നമുക്ക് കവളം മടലും കൊണ്ട് ഓടും, അവനെ ഒലക്കം കൊണ്ടോടും. വെറുതെ നിന്ന് നമ്മുടെ അല്ലേ ചുമ്മാ ചൊറിച്ചും പോയത് എന്നാൽ അവനിട്ട് തിരിച്ച് പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കിട്ടില്ല, അവൻ അനിയനിട്ടെങ്ങും തട്ടിച്ചും പോകും. ദാറ്റ് മീൻസ് നമ്മൾ വീണ്ടും എണിയും പാമ്പും കളിയാണത്. നമ്മളെ വീണ്ടും പാമ്പ് കൊത്തി കൊണ്ടുവന്ന് 2 വെക്കും. ഒയ്യോ, എന്ത് കഷ്ടപ്പെട്ട് ഏണിയൊക്കെ 99-ലായതാ. പക്ഷെ ഒരു പ്രതിയോഗി വരണ സമയത്ത് നമ്മൾ കർത്താവ് പറയും, നീ ഇങ്ങനെ ആയത് പതയാണിത്, ഇത് പതയാണ്. നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ ചായക്ക് എടുക്കില്ലേ, ചായ ഇങ്ങനെ എടുക്കത്തില്ലേ, ഇങ്ങനെ വീശുമ്പോൾ ചായ ഇങ്ങനെ വീശി കഴിയുമ്പോൾ
എങ്ങ് കൊണ്ടുവന്ന് ടക്ക് എന്ന് പറഞ്ഞൊരു വെപ്പൊക്കെ വെക്കും നമ്മുടെ അല്ലേ ചായക്കടയിൽ. നമ്മളെ സി ക്ലാസ് തിയേറ്റർ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് അത് വില്ലേജ് മോഡലിൽ കൊണ്ടുവന്ന് ചായ വെക്കും. അപ്പം ഈ വലിയപ്പന്മാർ ചായ കുടിച്ചിട്ട് പറയുവേ എന്നെയാണ് ഇത് മുഴുവൻ പതയാണല്ലോ എന്ന് പറയും. അപ്പോൾ കടക്കാരൻ പറയും ആ പതയെ മര്യാദക്ക് ഒന്ന് വടച്ച് കളഞ്ഞാൽ മതി, ചായ കിട്ടിക്കൊള്ളൂ എന്ന് പറയും. നിങ്ങൾ തന്ന കാശുകൊണ്ട് സാധനത്തുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം വീത്തി പതയാക്കിയതാണ്. പല ആധ്യാത്മികതയും വീത്തി പതയാക്കിയതാണ്, പത കളയാനുള്ള സാധനമാണ്. ഇപ്പം നിൻ്റെ ആധ്യാത്മികതയിൽ ഇതുപോലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത കളയാൻ സമയമായി. നീ വിചാരിക്കണ ചായ വക്കുവരെ ഉണ്ടെന്ന് പറയണത് മുക്കാലേ ഉള്ളു, കാൽ ഗ്ലാസ് പതയാണ്. അതാണ് സംഭവം. ഈ പതയാണ് എന്ന് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളുണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവ് ഈ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ദൈവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മളൊരു ഗുസ്തിക്ക മൽപ്പിടുത്തത്തിന് തയ്യാറാക്കണ രീതിയിൽ ദൈവം ചുമ്മാ തോണ്ടും. നമ്മൾ ചുമ്മാ അവിടെയൊക്കെ തോണ്ടും. യാക്കോബിനൊക്കെ തോണ്ടിയത് എങ്ങനെയല്ലേ, ആ മര്യാദക്ക് ഭാര്യയും മക്കളെ കൊണ്ട് അപ്പുറത്ത് ജബോക്ക് നദിക്കടയിൽ അപ്പുറത്താക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് ഒരു കല്ലും തലയെ വെച്ച് കിടന്ന് ഉറങ്ങിയ സമയത്ത് അവനെ വന്ന് കാലുപടക്ക് ഇടിച്ചു. വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. യാക്കോബിനെ പ്രകോപിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ അവൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി യേശാവുമായിട്ടൊക്കെ ഒരു കോംപ്രമൈസൊക്കെ എത്തി. യേശാവില്ലേ അവർ ചേട്ടനെ പറ്റിച്ചാലാവും പോകുന്നത്. അപ്പോൾ ഒരു കോംപ്രമൈസൊക്കെ എത്തിയാൻ വേണ്ടി മനസ്സിന് സമാധാനമൊക്കെ ഒരു പുതിയ ജീവിതം സ്വന്തം നാട്ടിൽ പോയി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ടുപോയി ഭാര്യൻ അപ്പുറത്താക്കി, മക്കളെ അപ്പുറത്താക്കി, കന്നുകാലെ അപ്പുറത്താക്കി, യാക്കോബ് ഇപ്പുറത്ത് വന്ന് സ്വസ്ഥമായിട്ട് ഈ മക്കളുടെ അവരുടെ കലവിലാതൊന്നും ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കിയ പുള്ളി ഉറങ്ങി കാണത്തില്ല. പല ദിവസങ്ങളായിട്ട് ഈ യേശാവിന് വേണ്ടിയുള്ള പശുവിനെ 40 പശു, അതുപോലെ തന്നെ 150 ആടെന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ തിരിക്കണയിൽ എണ്ണിക്കൂട്ടി തിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ വേണ്ടി ഇതിനെല്ലാത്തിനും ഇവരുടെ കലാവിലെ ആടിൻ്റെ സ്വരവും പശുവിൻ്റെ സ്വരവും ഒട്ടകത്തിൻ്റെ അമറലും എല്ലാം കൂടി കേട്ട് പുള്ളിക്ക് ഉറക്കാൻ പറ്റും. അത് കാരണം ഇതിനെല്ലാത്തിനും നദി കടത്തി അപ്പുറത്താക്കിയിട്ട് പുള്ളി ഇപ്പുറത്ത് ഒറ്റയ്ക്ക് വന്ന് മര്യാദക്കൊന്ന് ഉറങ്ങാമെന്നായപ്പോൾ തന്നെ ദൈവം ദാത്തി വന്നിട്ട് ഒരു തലവിടക്ക് ഇടിച്ച്, വെറുതെ കിടന്ന തലവിടക്ക് ഇടിച്ച് അവൻ ചാടി എന്നിട്ട് പിടുത്തമായി പിടിച്ച് അവസാനം ഈ രംഗം എൻ്റെ ഒത്തിപ്പാട്ട് ഫോട്ടിനോടുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് ഇങ്ങനെ മുടന്തി പോണ കാണുന്നത്. ഇപ്പം ആവശ്യമില്ലാത്ത എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ യാക്കോബ് ഏതാണ്ട് കൈകാര്യം ചെയ്തു, തൻ്റെ ബുദ്ധി കഴികൊണ്ട് യേശാവിനെ കൈകാര്യം ചെയ്തു എന്ന് പുള്ളിക്കൊരു തോന്നലേ. ദൈവത്തിന് ഒരു നിമിഷം അയാൾ മറന്നുപോയി. അയാളുടെ കഴിവ് കൊണ്ട് ചേട്ടായിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം സെറ്റ് ചെയ്തു. അപ്പോൾ യാക്കോബിന് 2 ഭാര്യമാരും അവരുടെ 12 പിന്നെ അവരുടെ സർവൻസിലുണ്ടാകുന്ന മക്കൾ, അങ്ങനെ 12 മക്കളുണ്ട്. അപ്പോൾ സമർത്ഥമായ ഒരു കുടുംബവും അതിനെ പോറ്റാനുള്ള പൊന്നും എല്ലാം എന്നെ പെണ്ണും അവിടെ പെണ്ണുമ്പോഴെല്ലാം കള്ളികളായിരുന്നു. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് സീതനം കിട്ടാഞ്ഞ കാരണം അമ്മാവൻ്റെക്ക് അന്ന് മാക്സിമം അപ്പൻ്റെക്ക് നിന്ന് അടിച്ചുകൊണ്ടാണ് പോകുന്നത്, ആങ്ങളുടെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ലേയയും ഫസ്റ്റാണ്, റാഖേലും ഫസ്റ്റാണ്. കാര്യം അവിടെ അങ്ങനെ ചെയ്തിട്ടാണ്. കാര്യം അയാൾ അതിൻ്റെക്കാൾ അർക്കിസ് പാർട്ടിയായിരുന്നു. ലാബാൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് എത്രയോ വർഷം പണി ചെയ്തിട്ടാണ് ഇവനെ ഈ പരുവത്തിലാക്കി കളഞ്ഞത്. അവസാനം ദൈവനെ അനുഗ്രഹിച്ച്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണെന്നൊക്കെ ചിന്തിച്ച് ദൈവത്തിനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ് യാക്കോബ്. അപ്പോഴാണ് പിടുത്തം വന്നത്. ഇതുപോലെ ദൈവം ചിലപ്പോൾ ഒരു പിടുത്തം വരും നമ്മുടെ ജീവിതത്തിൽ. ഈ പിടുത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ പിടിക്കാൻ നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാര്യം ഈ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മുടെ എളി ഉളുക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അമ്മ ആണെങ്കിൽ അമ്മയ്ക്ക് എത്ര സമയത്ത് വേണമെങ്കിലും അപ്പായുമായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിരുന്നു. കാര്യം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നടന്നത്, അല്ലേ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവരെന്നേക്കും ഭരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവനൊക്കെ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുന്തവും ഇല്ല. അവസാനം ചാണാക്കുഴി പെറ്റി കിടക്കേണ്ട കണ്ടീഷൻ വന്നപ്പോൾ ഗുസ്തിക്ക് പറ്റുന്ന എല്ലാ പരിപാടിയും ദൈവം തന്നെ ഒപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, അപ്പ ഗുസ്തിക്കുള്ള ഉദ്ദേശമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളതിന് കിട്ടത്തില്ല കേട്ടാ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പ ഗുസ്തിക്ക് വന്നിരിക്കണമെന്ന്. ഞാൻ ഗുസ്തിക്കില്ല. അമ്മ തർക്കിച്ചില്ല, അമ്മ ബഹളം ഉണ്ടാക്കില്ല, ഹൃദയത്തെ സംഗ്രഹിച്ചു. അതാണ് ഏറ്റവും അമ്മയുടെയൊക്കെ ഒരു നിലപാട്.
ആധ്യാത്മികമായി വളരണമെന്നുണ്ടെങ്കിൽ മിനിമം ഹോളി സ്പിരിറ്റ് വേണം. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞു, അമ്മേ മേരി ഇത് പാഠത്തിലുള്ളതാണ്, സിലബസിലുള്ളതാണ്, അപ്പം ഗുസ്തിക്ക് വരുന്നതായിരിക്കണം, അതാണ് നിന്നെ കൊണ്ട് ചാണാക്കുഴി തട്ടിയത്, നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഗുസ്തിക്കൊന്നുമില്ല, അപ്പം ഗുസ്തിയാണെന്നുള്ളത് എനിക്കറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പന് വളർത്തണം ആളെ. എന്താണ്? വിശ്വാസത്തെ വളർത്തണം, പ്രത്യാശയെ വളർത്തണം, ദൈവസ്നേഹത്തെ വളർത്തണം, സമർപ്പണത്തെ വളർത്തണം. ഇതെല്ലാം കൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ വരാൻ പറ്റണത്? സമർപ്പണമല്ലേ. അത് ആദ്യമേ അമ്മങ്ങോട്ട് പറയും, അപ്പം ഒരു പരിപാടിക്കുമില്ല, സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് യാക്കോബിനെ അതറിയാൻ പറ്റാഞ്ഞ കൊണ്ടാണ് മണ്ടൻ എളിവുളുക്കേണ്ട കണ്ടീഷൻസ് വന്നത്. അപ്പം ഇതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുസ്തിയുമായിട്ടൊരാൾ വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം വരുമെന്നും പറഞ്ഞാൽ നിങ്ങളിരിക്കണത്, ദൈവമൊന്നും പറയേണ്ട, നാട്ടിലെ ഗുണ്ടകൾ വന്നാൽ മതി. എൻ്റെ സ്വന്തം ഇടവക ഇരുന്ന് ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ നാട്ടുകാരിലെ ഒരാൾ എന്നെ തല്ലിയിട്ടുണ്ട്, പോരെ? എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്താണെന്ന് ചെയ്തിരിക്കണത്, എൻ്റെ കർത്താവിൻ്റെ വചനം 3 പ്രാവശ്യം ഞാൻ അവനോട് പോയി ക്ഷമ ചോദിക്കും. അവനെ പ്രകോപിപ്പിച്ചതിലാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം അവൻ്റെ ഒരു കാര്യം നടത്താൻ എനിക്ക് പറ്റിയില്ല. കാര്യം എന്നെ പട്ടാളം പോലെ ആൾക്കാർ പല നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. അവിടെ കാര്യം നടക്കാൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യവന് വെഞ്ചരിക്കണം, ഒരു ഉന്ത് വണ്ടി വെഞ്ചരിക്കണം, തക്കാളി വണ്ടി ഉന്തിക്കൊണ്ടുകൊണ്ട് പോകണം. അപ്പം ഞാനവിടെ പറഞ്ഞു, ചേട്ടാ ആ തക്കാളി വണ്ടിയല്ലേ, ചേട്ടൻ ഉന്തിക്കൊണ്ട് വിൽക്കാനുള്ള സാധനമല്ലേ, അതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ വെഞ്ചരിച്ച് തരാം. അല്ല, അപ്പം വിറഞ്ഞിട്ട് അയാൾ എൻ്റെ താടിക്കിട്ട് തട്ടി. പക്ഷെ ഞാനൊരു അക്ഷരമിണ്ടാതെ വിശ്വാസ പ്രകടനം ചെയ്ത് കൂടെ പോയി അയാളുടെ വണ്ടി വെഞ്ചരിച്ച് കൊടുത്ത്. എന്നിട്ട് ഞാൻ ആ മനുഷ്യനെ പ്രകോപിപ്പിച്ചതിൽ പല പ്രാവശ്യം 3 പ്രാവശ്യം ആ ഇടവകയിൽ നിന്ന് പോന്നിട്ട് ഞാൻ പോയി എൻ്റെ ജീവചരിത്രം തെദ്ദൂല അതെല്ലാം എഴുതിയിട്ടുണ്ട്, അയാളുടെ പേര് വരെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ ആ മനുഷ്യൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നിട്ടും ആ മനുഷ്യൻ എൻ്റെ ക്ഷമയോ അതൊന്നും അംഗീകരിച്ചില്ല. എന്നെ അയാൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ വെച്ച് തന്നെ ഒരു കൊച്ചാക്കണ പോലെ അങ്ങനെ അയാൾ പെരുമാറിയത്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഈശോയോട് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈശോയുടെ പ്രശ്നം പിന്നീട് എനിക്ക് തോന്നിയത് പറയേണ്ട കാര്യമില്ലായിരുന്നെന്ന്. കാര്യം പുകച്ച് കളഞ്ഞ ആളില്ല. ഒറ്റ ആഴ്ച കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് കളഞ്ഞു. എന്നുവെച്ചാൽ ദൈവവചനം മാത്രം നീ വിശ്വസിച്ച് പോകുമ്പോൾ നീ ദൈവം ആരാണെന്നറിയും. കർത്താവിനറിയാം ഞാൻ വചനം വിട്ട് നിൽക്കത്തില്ല, വചനത്തിലാണ് കാര്യം ചെയ്തിരിക്കണം, മനുഷ്യമായിട്ടുള്ളതെന്ന്. പിന്നെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്, ദൈവവചനത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഉടമസ്ഥൻ രംഗത്ത് വരും. ദൈവവചനം ജീവിക്കണ ഒരു രീതികളുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സംഭവങ്ങളും കഥകളും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു അനുഭവം ഉണ്ടാവും എവിടെയെങ്കിലും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങള് പരിശുദ്ധ അമ്മയെ പോലെ അപ്പനുമായി യാക്കോബിനെ പോലെ ഗുസ്തിക്ക് തയ്യാറാകാതെ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിന്റെ അപ്രതീക്ഷിത അനുഭവങ്ങളിലെ സങ്കട അനുഭവങ്ങളിലെ സമീപനത്തോടെ സമർപ്പിതനായി ദൈവവചനത്തിന് ദാസിയായി നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ദൈവപൈതലായി രൂപാന്തരപ്പെടുത്തണമേ. ഇവിടെ എത്തണ വരെ നമുക്ക് നിലനിൽക്കാനുള്ളൊരു മാർഗമാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന്, ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്. 10,000-കണക്കിന് മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് പ്രാർത്ഥനയുടെ ഒരു വലിയ നിക്ഷേപത്തിലേക്കാണ് നീ ലൈറ്റ് അക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്. നിൻ്റെക്ക് ഒരു സങ്കടത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഓഹരി ചോദിക്കുമ്പോഴേ കൃപാസനത്തിന് പ്രൊഫൗണ്ടായിട്ടുള്ള അതിൻ്റെ അടിത്തറ ഉണ്ട്, ആത്മീയ അടിത്തറ. അതിൽ നിന്ന് അമ്മ നിന്നെ സഹായിക്കും. പെട്ടെന്നാണ് മറുപടി വരുന്നത്. അതിനുശേഷം അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ, ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഇമെയിൽ കിട്ടും. കൺഗ്രാജുലേഷൻസ്, യുവർ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കും. അത് ജസ്റ്റ് 24 മണിക്കൂറാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണത്. 24 മണിക്കൂർ. എത്രയോ കാലങ്ങളാണ് ഇവർ അതിനു വേണ്ടി അമേരിക്കക്കാരന് പകലാകാൻ വേണ്ടി നമ്മുടെ രാത്രികളെ പകലാക്കി
എത്രയോ കാലം സംസാരിച്ചതാണ്. അവർക്ക് മനസ്സിലാകണം ഇംഗ്ലീഷ്, അവർക്ക് മനസ്സിലാണില്ല. അവരുടെ പറയുന്ന ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാണില്ല. ഇങ്ങനെ നീണ്ട കയറ്റി കിടക്കുന്ന സംഭവം അമ്മ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിത്തിൻ നോ ടൈം 24 hours, വിത്തിൻ 24 hours അവിടെ നിന്ന് ഇമെയിൽ വരികയാണ്. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് ചോദിക്കുമ്പോൾ ഉടമ്പടിയുടെ പാക്കേജ്, അതിൻ്റെ പദ്ധതി അതാണ്. അതായത് നമ്മളുടെ ഓരോ വിഷയത്തിനും, അതായത് ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ ഉടമ്പടി വരുന്ന എല്ലാവരും തന്നെ ഒന്നാമത്തെ ഉടമ്പടി ശരിക്കും പഠിക്കണം. വളരെ ശ്രദ്ധയോടെ പഠിക്കണവർക്ക് കൂടുതലാണ് അതിൻ്റെ കാര്യം. ഇതിൻ്റെ നമ്മൾക്കുണ്ടാകുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സ് കഴിഞ്ഞാൽ ഉടമ്പടി എടുപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞത്. ഉടമ്പടി അവർക്ക് മനസ്സിലാകത്തില്ല. അവർ കൊണ്ടുവന്ന് യൂദാസ് പുണ്യാൻ്റെ പെട്ടി അസാധ്യക്കാരൻ്റെ മധ്യസ്ഥം എന്ന് പറഞ്ഞുകൊണ്ട് കത്തിട്ടേക്കണ പോലെ അവർ പോകും. ചിലപ്പോൾ പ്രവർത്തനം ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല. കാര്യം അവരിങ്ങനെ ഈ അപേക്ഷ കത്തിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അസാധ്യ കാര്യമല്ലല്ലോ ഉടമ്പടി നടക്കണത്. ഉടമ്പടി നടക്കണ അസാധ്യ കാര്യങ്ങൾ നടക്കും. പിന്നെ എന്താണ്? അടിയന്തര എമർജൻസി ആയുള്ള കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല നടക്കണം. ഉടമ്പടിയിൽ അടിയന്തര കാര്യങ്ങൾ നടക്കും. ഇപ്പം കാനായിലെ കല്യാണ വിളയിൽ തന്നെ അടിയന്തര വിഷയമാണ്. കല്യാണ അടിയന്തരത്തെക്കുറിച്ചല്ല പറയണത്. അതായത് അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പോകും. കല്യാണത്തിലൊക്കെ യഹൂദിൻ്റെ കല്യാണത്തിന് അറിയാമല്ലോ, പാനോപചാരം എന്ന് പറഞ്ഞത് 10 ദിവസമാണ്. അതിനൊരു പഠിക്കുക വരുമ്പോൾ തന്നെ ഒരു കോട്ട് കൊടുക്കും. നമുക്ക് ഓവർകോട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഓവർകോട്ട്. പഠിക്കൽ ചിലപ്പോൾ തന്നെ ഓവർകോട്ട് തൂക്കിയിട്ടേക്കും. അതൊക്കെ മുമ്പ് ഇവിടെ കല്യാണ കത്തുണ്ടാവും. കല്യാണ കത്തില്ലേ, അത് കത്ത് ഓരോരുത്തരെ അറിയിക്കുമ്പോൾ ഈ കല്യാണ കത്ത് അവർക്ക് കൊടുക്കും. കല്യാണ കത്തും കൊണ്ടാണ് ഇവർ വരുന്നത്. പഠിക്കുക വരുമ്പോൾ പഠിക്കുക ശിവായി നിൽക്കുന്നുണ്ടാവും. അയാൾ കത്ത് പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് ഈ കത്തിൽ ഇയാളുടെ പേരുണ്ടെങ്കിൽ അതിനകത്ത് ആ കത്തിൻ്റെ അകത്ത് എല്ലാവരുടെയും പേരുണ്ടാവും. ആ കല്യാണത്തിന് വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ പേരുണ്ടാവും. ആ കത്ത് വായിച്ച് നോക്കിയിട്ട് ഇയാൾക്ക് കല്യാണ വസ്ത്രം കൊടുക്കും. അതാണ് കർത്താവ് ചോദിക്കുന്നത്. സ്നേഹിത കല്യാണ വസ്ത്രം എന്നൊക്കെ ചോദിക്കണില്ലേ, നിൻ്റെ കല്യാണ വസ്ത്രം എവിടെയെന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ കത്ത് ലഭിക്കാത്ത ആൾക്കാർ അതിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള അടിയന്തരം നോക്കി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എവിടെ? അപ്പോൾ അവൻ നിന്ന് പരിങ്ങും, ഗെറ്റ് ഔട്ട് എന്ന് പറയും, പുറത്ത് പോടാന്ന് പറയും. അപ്പോൾ എന്തൊരു ആ അലർച്ച വല്ലാത്ത അലർച്ചയിൽ പോയി. ഞാനവിടുത്തെ അവരവരെ കോംപ്രമൈസ് ചെയ്ത് ഇരുത്തേണ്ടതല്ല. അവരെ കോംപ്രമൈസ് ചെയ്ത് അവിടെ ഇരുത്തേണ്ടതല്ലായിരുന്നോ? പക്ഷേ എന്താ പ്രശ്നം? വരപ്രസാദത്തിൻ്റെ വിഷയമാണ്. കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വരപ്രസാദമാണ്. നമ്മുടെ ഉള്ളിൽ നിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതിന് ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടാത്ത അടയാളം, നമുക്ക് കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. കൂദാശകളിലൂടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ് നമുക്ക് വരപ്രസാദത്തിന് വരുമാനം കിട്ടുന്നത്. ഈ ഒരു സംഭവം ഇല്ലാത്ത കക്ഷിയാണ് അകത്ത് കയറി ഇരിക്കുന്നത്. എവിടെയാണ്? ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. കല്യാണ വിരുന്നെന്ന് പറയുമ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിലെ കല്യാണ വിരുന്നാണ് ഈ പറയണത്. അവിടെ മണവാളൻ ഈശോയാണ്, സഭ മണവാട്ടിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരപ്രസാദം ഇല്ലാത്ത പക്ഷിയോട് പറയണത് എന്താണ്? കേരൗട്ട് അടിച്ചിട്ടുണ്ടല്ലോ, ഒരു 1-1.5 അടി അടിക്കണം എന്ന് വെച്ചാൽ കാര്യത്തോടെടുക്കുമ്പോൾ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി നമ്മൾ അറിയും എന്ന് പറഞ്ഞ പോലെ ഈ വരപ്രസാദം, നിത്യജീവൻ, ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈശോയുടെ സംസാരത്തിൽ ഒരു പതുമയും ഇല്ല. അയാളെ ഗെറ്റ് ഔട്ട് അടിക്കണമെന്ന് വെച്ചാൽ മിക്കവാറും ആ സ്ഥലം മൊത്തം കെട്ട് കാണും, ആ ഗ്രാമം. കാര്യം അത്രയും സീരിയസ് ആ വിഷയം. വരപ്രസാദം എന്ന് പറഞ്ഞ വസ്ത്രമാണ്, പുണ്യത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ വസ്ത്രമാണ് കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്. ഇത് ദൈവരാജ്യത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെല്ലുമ്പോഴില്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ഔട്ടാണ്. എൻ്റെ അതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഞ്ഞ് തീർന്നു പോയത് എന്താവശ്യമാണത്? അത്യാവശ്യമല്ല, അസാധ്യകാര്യമല്ല. അസാധ്യകാര്യമില്ലതേ. അസാധ്യകാര്യം അടുത്ത വീട്ടിൽ പോയി, അടുത്ത സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോയി ഈ വായ്പ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിച്ചാൽ മതി. ഇപ്പോൾ വായ്പ മേടിക്കുക, കടം മേടിക്കുക എന്നുള്ള പ്രൊവിഷൻസൊക്കെ അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മ നിൽക്കുമ്പോൾ നിനക്ക് വായ്പ വാങ്ങിക്കേണ്ടി വരത്തില്ല. അമ്മ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല. ഇത് നീ പഠിക്കണം. ഞാൻ ഇത് പഠിച്ചാൽ ഞാൻ ഒരിടത്ത് വായിച്ചതല്ല.
ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഉടുപ്പേ തൂങ്ങി നടന്ന കാലത്ത് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ മനസ്സിൽ ആത്മാവ് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആ കാനായിലെ കല്യാണത്തിൽ ആ വിഷയം നിസ്സാര വിഷയമാണ്. അത് വേണമെങ്കിൽ അമ്മയ്ക്ക് പരിഹരിക്കണമെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷേ അമ്മ നിൽക്കും പരിസരമാണ്. അപ്പോൾ പുണ്യാളന്മാരെല്ലാവരും ഉണ്ട് അവിടെ, ശിഷ്യന്മാർ മൊത്തം ഉണ്ടേ. ശിഷ്യന്മാർ മൊത്തം അവിടെ ഇരിക്കുകയാണ് ഈ കാനങ്കാട്ട കാര്യത്തിൽ. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തെടുത്ത സാധനം അവിടെയാണ് വിഷയം. അമ്മ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് വിശുദ്ധന്മാരെല്ലാവരും ഉണ്ട്. പത്രോസ് ഉൾപ്പെടെ എല്ലാ, അന്ത്രയോസ്, ഫിലിപ്പോസ്, എല്ലാ കക്ഷികളും അവിടെ ഉണ്ട്. അതിൻ്റെ ശിഷ്യന്മാരെന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അപ്പം അതിന് മറുപടി അതിനേക്കാൾ കഷ്ടമാണ്. എന്താ പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. പക്ഷെ അവിടെ അമ്മയാണ് നിന്നിരുന്നെങ്കിൽ അത്രയും വർത്തമാനം പറഞ്ഞാൽ പോലും കർത്താവ് അത് അമ്മയുടെ വാക്ക് മാനിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കും. കാര്യം അതാണ് വിഷയം. മരിയൻ മീഡിയേഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം എന്താ? അപ്പം നിങ്ങൾ ചോദിക്കും, പുണ്യാളന്മാരെ ഈശോ വിളിച്ചതല്ലേ, അപ്പോസ്തലന്മാരെ എല്ലാം ഈശോ വിളിച്ചതല്ലേ, പിന്നെ അവർക്ക് വാക്കിനെന്താ ഈശോ വില കൽപ്പിക്കാത്തത്? എന്താ പ്രശ്നം വെച്ചാൽ, അതായത് കപ്പാസിറ്റി, ക്ലെയിം ആൻഡ് കപ്പാസിറ്റിയുടെ വിഷയമാണിത്. അതാണ് വിഷയം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴേ നമ്മുടെ വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി പരിശോധിക്കണം. കാര്യം നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ്. എന്താണ് ക്ലെയിം? ഇപ്പം നീ ദൈവദരിസേന നിൽക്കുന്ന, അപ്പോൾ നീ ദൈവദരിസേന നിൽക്കുമ്പോൾ ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ കപ്പാസിറ്റി എന്താണ്? നിൻ്റെ റേറ്റിംഗ് എന്താണ്? ഇപ്പം നീ നിൻ്റെ വീട്ടിലെ നിൻ്റെ ആങ്ങള അവൻ അമേരിക്കയിൽ ഗവൺമെൻറ് എന്നൊക്കെ വരിക എപ്പോഴാണ് വന്നത്? നീ രണ്ടാമത്തെ കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി, ആദ്യത്തെ കുർബാനയ്ക്ക് അപ്പനെയും പിള്ളേരൊക്കെ വിട്ടെങ്കിലും രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നീ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് നിൻ്റെ ആങ്ങള വന്നത്. ആങ്ങള വരുമ്പോൾ അവിടെ വെച്ച് ഈ പണ്ടാരങ്ങളെല്ലാം വന്നത് നമ്മളെ ദൈവത്തിന് അടിച്ചു മാറ്റാനായിരിക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പണി പാളും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇപ്പം വന്ന് ഇപ്പോൾ ആങ്ങള വന്ന് പറഞ്ഞ കക്ഷി വന്നു. അയാൾ കാനഡയിലായിരുന്നു, അയാൾ വന്നതാണ്. അയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആണ് ഇവളുടെ മകൻ, പെങ്ങളുടെ മകന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പെങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? എന്നാൽ സാരി കൊണ്ടേ കഴിച്ചിട്ട് ശരി. അപ്പോൾ പിന്നെ ഭർത്താവിനെ വിളിക്കുന്ന പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇറച്ചി മേടിച്ചുകൊണ്ട് പോകും, പന്നി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. ഇപ്പം വേറൊരു പന്നിയായിട്ട് ഇവിടെ മാറും. ഇതാണ് സംഭവം. ആൾക്കാരെങ്ങനെ പരാജയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വെച്ചാൽ ഒന്നാമത്തെ സംഭവം എന്താണ്? ഒന്നാമത്തെ കുർബാനയ്ക്ക് മക്കളെ വിട്ട് ഭർത്താവിനെയും വിട്ട് അവർ പോയി. രണ്ടാമത്തെ കുർബാനയ്ക്ക് ഇവർ ഒരുങ്ങി പുറത്തേക്ക് വന്നപ്പോഴാണ് ആങ്ങളെ കാനഡയിൽ നിന്ന് വന്നത്. ഇനി ഇവനെ എങ്ങാനും വെറുപ്പിച്ച് കഴിഞ്ഞാൽ മകൻ വീട്ടിൽ നിൽക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പോകണോ, കുർബാനയ്ക്ക് പോകണോ, ആങ്ങളെ പ്രസാദിപ്പിക്കണോ, ദൈവത്തെ പ്രസാദിപ്പിക്കണോ, ഈ ഒരു സംഭവം എടുത്തു കഴിയുമ്പോൾ മിക്കവാറുമുള്ള പെണ്ണുങ്ങളെല്ലാം പടം ചായും. എന്താണ്? ആങ്ങളെ പ്രസാദിപ്പിക്കും. ആങ്ങളെ പ്രസാദിപ്പിച്ചുകൊണ്ട് കുർബാനയല്ലേ, കുർബാന നാളെയും കൂടാതെന്ന് പറയും. അതാണ് സംഭവം. ആങ്ങളെ നിത്യത വരെ ഉണ്ടാകുമെന്നാണ് ഈ പെരിച്ചായുടെ ചിന്ത. ഈ പണ്ടാരം മിക്കവാറും നീ കാരണം തന്നെ ഈ മനുഷ്യൻ ദൈവത്തിൽ തകർന്നു പോകും. എന്താ കാരണം? ഒന്നുമില്ലെങ്കിലേ അവനെ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ട് നിനക്ക് ഇപ്പം അളിയൻ വരും എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ കൊടുത്തിട്ട് അളിയനോട് സംസാരിച്ചിട്ട് നിനക്ക് നേരെ പള്ളിയിൽ പോകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിനക്കില്ലാത്ത കാരണം നീ ഉടനെ വിളിച്ച് പറയുന്നത് എന്താണ്? അളിയൻ വന്ന് കേട്ടാ, അങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങളെ പന്നി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. അതാണ് നീ പറയണത്. എന്നിട്ട് നീ സാരിയെല്ലാം കഴിച്ചിട്ട് നീ ഇവിടെ അടുക്കളയിൽ കയറിയൊക്കെയാണ്. ഇത് പിന്നെ കുറേ കുളുകുള വർത്തമാനം. നീ മെലിഞ്ഞു പോയില്ല, ചടച്ചു പോയില്ല, ആനെ കൂനെ ഒരു കാര്യമില്ലേ, അവനെ സോപ്പിടാൻ വേണ്ടി പഞ്ചാരടിക്കും ഒരു. അതായത് ഇതെല്ലാം ദൈവത്തിനറിയാം. നിൻ്റെ ഉടനെ നിൻ്റെ പെയിൻറ്റ് മാറണം കണ്ടില്ലേ? എന്തിനാണ് നിൻ്റെ ഈ ഗ്യാരണ്ടീഡ് കളറാണെന്ന് ചോദിക്കണതാണ് പ്രശ്നം. ഓരോ ഇഷ്യൂ ഉണ്ടാകണ എന്താണ്? നിൻ്റെ വിശ്വാസം ഗ്യാരണ്ടി ഉള്ളതാണോ? പലരുടെയും വിശ്വാസം ഐസ്ക്രീമല്ല, ഈ കേക്കിൻ്റെ പുറത്തിരിക്കുന്ന ബട്ടറാണ് സാധനം. ബട്ടറാണ് അത്. പിള്ളേർക്ക് മാന്തി തിന്നാനുള്ള സാധനമാണ്. നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ആരാ വരുന്നത്? ആദ്യം കുഞ്ഞുങ്ങൾ വരും. കുഞ്ഞുങ്ങൾ നമ്മൾ മുറിക്കണമുമ്പോൾ തന്നെ കൈയുടെ അകത്ത് കുഞ്ഞി കൈയും കൊണ്ട് വന്നിട്ട് അതൊക്കെ അതുപോലെ തത്തയും പൂച്ചയും അതുപോലെ തന്നെ പൂവൊക്കെ പറിച്ചു തന്നുകൊണ്ട് പോകും.
അപ്പോൾ നമ്മളിവിടെ കൈപോവും അമ്മ എടുത്ത് തരാം, അമ്മ എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കത്തില്ല, കൊച്ചുപിള്ളയുടെ സ്വഭാവമാവില്ല. അപ്പോൾ എന്താണ്, കേക്കിൻ്റെ പുറത്തേക്കുള്ള ബട്ടർ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം അതാണ്. ഷുഗർ പിടിച്ച പ്രായമുള്ളവർക്കുള്ളതല്ലത്, കുഞ്ഞുങ്ങൾക്കുള്ളതാണത്. അവർക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരതെങ്ങനെയെങ്കിലൊക്കെ കൈ മുറിച്ചൊക്കെ കൊണ്ടുപോയിക്കൊള്ളും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിൻ്റെ ബട്ടർ ഭാഗങ്ങൾ, ഇതുപോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇതുപോലുള്ള ഭാഗങ്ങൾ, മധുരിപ്പിക്കുന്ന ഭാഗങ്ങൾ, ഇത് എന്തുമാത്രം ഉണ്ട് എന്നറിയാനും അത് നിന്നെ എപ്പോഴും ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മക്കൾ, ഇത് അത്ര നിസ്സാരമല്ല കേട്ടോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ. കാര്യം ഇതിൻ്റെ മോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് നിത്യതയല്ലേ. നിത്യതയായത് കാരണം നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, എന്താണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാണ് പ്രോബ്ലം. അതായത് നമ്മളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ദൈവം അവൻ്റെ ജീവൻ ചുരിഞ്ഞ് സഹനത്തിലൂടെ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളും ദൈവത്തെ വിലക്ക് വാങ്ങേണ്ടി വരും. അതാണ് പ്രശ്നം, സൗജന്യമല്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ആങ്ങളെ ഈ സമയത്ത് തന്നെ വന്നത്? പേയ്മെൻറ്റ് സീറ്റാണത്. 1 കൊരിന്തോസ് 7:23 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. 1 കൊരിന്തോസ് 7:23. അതായത് നമ്മളെ ദൈവം അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് കിട്ടണതിന് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഇപ്പം ആങ്ങളെ വന്നപ്പോൾ ആങ്ങളയോടാണ് ആ സ്നേഹം. പള്ളിയിൽ പോണ അതാ ആങ്ങളുടെ കൂടെ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ പെങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? പെങ്ങൾ പള്ളി നാളെ പോകാൻ സെക്കൻഡ് ഓപ്ഷൻ വെച്ച് കർത്താവിന് സെക്കൻഡ് ഓപ്ഷൻ ആക്കിയിട്ട് ആങ്ങളെ ഒന്നാമത്തെ ഓപ്ഷനാക്കിയെടുത്ത്. അതാണ് വിഷയം. ഒന്നാമത്തെ ഓപ്ഷനാക്കി. ഇതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, നിൻ്റെ കപ്പാസിറ്റി പോയി. വി ആർ ടോക്കിംഗ് അബൌട്ട് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി. ഉടമ്പടി കവനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കപ്പാസിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ കപ്പാസിറ്റിയാണ് നമ്മുടെ ക്ലെയിമിൻ്റെ ആധാരം. അതെപ്പോഴും ഉണ്ടാക്കണം. അത് നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വളരാൻ ഇല്ലാതെ ഈ കപ്പ കഞ്ഞി IELTS അതുപോലെ തന്നെയുള്ള ജോലി, അതുപോലെ തന്നെയുള്ള വിടുവെപ്പൊക്കെ മാത്രമാണെങ്കിൽ സെമിത്തേരി വരെ മാത്രമേ ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നിത്യതയാണ് ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കണം. കപ്പാസിറ്റി എന്താണ്? അത് നമ്മൾ ദൈവവുമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ വിലക്ക്, ഇപ്പോൾ 1 കൊരിന്തോസ് 7:23 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഞാൻ നിന്നെ വാങ്ങിയാണ് പേയ്മെൻറ്റ് കൊടുത്താണ്, എൻ്റെ ബ്ലഡ് കൊടുത്താണ് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കണത് എന്നാണ് ഈശോ പറയണത്. അപ്പോൾ നമ്മളെ വിലക്ക് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് നമ്മളും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ. അതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയണത്. നമുക്ക് വിശ്വാസം നമ്മുടെ പേയ്മെൻറ്റാണ്. പ്രത്യാശ, ഇപ്പം അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, ആരാണ്? ഞങ്ങൾ നടപടി 26:7 എന്താണ്? ഞങ്ങൾ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ രാവും പകലും ആരാധനയെ ചെലവഴിച്ച്, പേയ്മെൻറ്റാണത്. അത് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിനെന്ത് വേണം? അവർക്ക് പ്രത്യാശ വേണം. രാവും പകലും ആരാധനയെ ചെലവഴിക്കണമെങ്കിൽ വിശ്വാസം വേണം. പിന്നെ എന്ത് വേണം? കാര്യം എന്താ പറയുക, ഞങ്ങൾ രാവും വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞത്, രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പം വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്? യഹൂദ ജനത രാവും പകലും ആരാധന നടത്തി. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രത്യാശ. പിന്നെ ദീർഘക്ഷമയുണ്ട്. ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും, ദീർഘക്ഷമ. അത് ഉടമ്പടിയിൽ ആ വിഷയം അധികം വരണില്ല. പക്ഷേ എങ്കിലും ഹെവി ഡ്യൂട്ടി ചില വിഷയങ്ങൾ, നിത്യത ആണ് നിയോഗമായിട്ട് വരുന്ന ചില വിഷയങ്ങളുണ്ട്.
നിത്യത നിയോഗമായിട്ട് വരുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ 14 കൊല്ലം എൻ്റെ അമ്മയെ അവിടെ കിടക്കയിൽ ശരീരം അഴുകാതെ അവരെ സംരക്ഷിച്ചു. എൻ്റെ അനിയത്തിയുടെ മനസ്സമ്മതത്തിന് പോലും ഞാൻ പോയിട്ടില്ല. 14 കൊല്ലം ഈ അമ്മ തളർന്നു പോയ ആളാണ്, പ്രഷർ ഇടിച്ച്. അവിടെ മുതുക് വ്രണപ്പെടാതിരിക്കാൻ വേണ്ടി, അഴുകാതിരിക്കാൻ വേണ്ടി ഈ മരുമകൾ സ്വന്തം മകളെക്കാൾ നല്ലവണ്ണം അവരെ നോക്കുകയാണ്. അതാണ് അവിടെ കപ്പാസിറ്റി. എന്താ കാര്യം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുള്ള വചനം കർത്താവിൻ്റെ സ്നേഹത്തെപ്പെടുത്തി തളർന്നുപോയ ആൾക്കാർ നമ്മൾ ചെന്നാൽ മാത്രമേ അവരൊന്നും മറിച്ചിടാനോ തിരിച്ചിടാനോ പറ്റത്തുള്ളൂ. അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ എന്നാ പറ്റണതാണത്? കർത്താവിനെ തന്നെയാണ് ആ ശുശ്രൂഷ പോണത്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഉടമ്പടി നിങ്ങളെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളോട് പറയും, രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമെന്ന് പറയുമ്പോൾ ഇനി അത് ചെയ്യണമില്ല ഇത് ചെയ്യണമില്ല എന്ന് പറഞ്ഞാൽ മോന്തയും കയറ്റി അളിഞ്ഞ മോന്തയുമായിട്ട് ചില പെരിച്ചാഴികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അവരൊരു കൊങ്ങലത്ത് ഗുണം പിടിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിന് വേണ്ടി വന്നതല്ല, അവരുടെ വയറ്റുപൂർണ്ണത്തിന് വേണ്ടി വന്ന് വെറുതെ കൃപാസനത്തിൻ്റെ സമയം കളയണതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അവരെ കൊണ്ടൊരു പ്രയോജനമില്ല. കാര്യം എന്താണ്? ദൈവം ചില കാര്യങ്ങൾക്ക് അവർക്ക് കപ്പാസിറ്റി ഇല്ല. ഇത്തിരി ഹെവി ഇവർ രോഗിയായി കുടുംബത്തിൽ തന്നെ ഉണ്ട് രോഗികൾ കുളിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവർ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ, അനിയൻ്റെ ഭാര്യയാണ്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുങ്ങളെ ആ കാര്യമുള്ളത് കണ്ട് അപ്പന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ കുളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചിമാരാരെങ്കിലും ചെറുത്തിമാരാരെങ്കിലും അല്ലെങ്കിൽ പെൺമക്കളാരെങ്കിലും ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവർ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളപ്പൻ പ്രായമായവർ അഴുകി മെഴുകിയൊക്കെ കിടക്കുന്നവരെ നിങ്ങളെ കുളിപ്പിക്കണം. അതെന്താണ്? അത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ്. കപ്പാസിറ്റി വർദ്ധിച്ചാൽ, ദൈവദൃശ്യ കപ്പാസിറ്റി വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ലെയിം ഉണ്ടാകും. ക്ലെയിം കർത്താവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നില്ല, അതല്ലേ ഇപ്പോൾ അയാൾ പറയണത് 3:6 പറയണില്ലേ അല്ലേ? നടപടി പുസ്തകം പറയുമ്പോൾ ഉടൻ തന്നെ കാണുമ്പോൾ എന്താ കപ്പാസിറ്റിയെക്കുറിച്ചാണ് പറയണത്. എനിക്ക് പൊന്നും വെള്ളിയോ ഒന്നുമില്ല, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. നടപടി 3:6 അല്ലേ? അതെ. നടപടി 3:6 ഒന്ന് പറഞ്ഞേ. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ തന്റെ കപ്പാസിറ്റിയാണ് 10 ദിവസം പറഞ്ഞത്. വെള്ളിയും സ്വർണമൊന്നും ഇല്ല, പണിക്ക് പോയിട്ട് വർഷങ്ങളും മാസങ്ങളൊക്കെ ആയി, സാമ്പത്തികമായ വില ഗതിയൊന്നും ഇല്ല. പക്ഷെ അതൊന്നും ആ മനുഷ്യൻ്റെ ആന്തരികമായ മനസ്സിനെ ഒന്നും ബാധിക്കണില്ല. ഇപ്പം നമുക്ക് ഇപ്പം നാളത്തെ ആഹാരത്തിന് നമുക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിത്തൂങ്ങാൻ കയറെടുക്കത്തില്ലേ? അത് കഴിഞ്ഞാൽ നമ്മളുടെ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അയാൾ പറയുന്നത് എന്താണ്? എനിക്ക് പൊന്നും വെള്ളിയും ഇല്ല, ഞാൻ അതിന് മോന്തയും കയറ്റി നിലയും വിളിച്ച് നാട്ടുകാരുടെ തെറി ദൈവത്തിൽ തെറി പറഞ്ഞ് നാട്ടുകാരെ കുടുംബക്കാരുടെ തെറിയും പറഞ്ഞ് നടക്കണില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 10 കഴിയുമ്പോൾ പെണ്ണുമ്പിള്ള അടുത്തേക്ക് നിൻ്റെ ശ്രീധം കൊണ്ടുവന്നിട്ടില്ല, നിനക്ക് തന്നില്ല, നിൻ്റെ ആങ്ങളെന്നെ പറ്റിച്ച് നിൻ്റെ അപ്പനെ പറ്റിച്ച് എന്ന് പറഞ്ഞ് പുള്ളി 2 വാട്ടിച്ചടിച്ചുകൊണ്ട് വെറുതെ ഇരുന്നതിന് പഞ്ചാംഗം വായിക്കണം കാണാൻ വീട്ടിൽ നിന്നുണ്ട്. ഇങ്ങനെ ഉള്ള തല്ലിക്കൊല്ലണം ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവനിലേക്ക് ദൈവമില്ല, ദൈവത്തിലല്ല ആശ്രയിക്കണത്. പെണ്ണുമ്പിള്ളയുടെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് പഴയ അപ്പൻ രോഗിയായത് കൊണ്ടാണ് അവർ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടേ ഇടും, മനുഷ്യ അപ്പൻ തന്നേനെ, അപ്പൻ്റെ കിടപ്പായി പോയില്ലേ, ഇപ്പോൾ അവിടുത്തെ കൈകാര്യങ്ങളൊക്കെ മാറിപ്പോയി. എത്ര ഇതൊക്കെ ഇയാൾക്ക് അറിയാം. ഇയാൾ വാട്ടിസ് അടിച്ച് കഴിയുമ്പോൾ അതിന് ഇവളെ കഴുത്തേക്കാറായിരിക്കാൻ വേണ്ടി ജാമ്യം എടുക്കണതാണ് ഇവിടെ ശ്രീധരൻ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരികിട പരിപാടികളും കർത്താവിന് നിൻ്റെ ഹൃദയം അറിയാം. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം അറിയുന്നു. അപ്പോൾ ദൈവത്തെ മറന്ന് നീ ഒരു ഡയലോഗിനും പോകരുത്. എന്താ? നിൻ്റെ കപ്പാസിറ്റി പോകും. നിങ്ങൾക്കറിയാം, നമ്മൾ വിത്തിനിട്ടിരിക്കുന്ന നെല്ലില്ലേ, അതെടുത്ത് നമ്മൾ കുത്തി കഞ്ഞി വെച്ചാലുള്ള അവസ്ഥ എന്താ? എന്നുവെച്ചാൽ ഇതുപോലെയാണ് ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വിത്തിന് ഇട്ടിരിക്കണ നെല്ല്, ഇപ്പം നെല്ലും എൻ്റെ ഒരു കാലം പോയി, ഇപ്പം തഴവില്ല. എല്ലാം ആൾക്കാർ റിസോർട്ടുകാർ കൊണ്ടുപോയി അവർ പത്താഴമൊക്കെ ഉണ്ടാക്കി സായിപ്പന്മാർക്ക് കഞ്ഞിയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ നാട്ടിലുള്ള എല്ലാ പത്താഴം പോയില്ല, കുടുംബങ്ങളെല്ലാം പോയില്ലേ, എല്ലാം പൊളിച്ച് വിറ്റവരുണ്ട്. അല്ലാത്തവർ റിയൽ എസ്റ്റേറ്റുകാരല്ലാത്തവരൊക്കെ പത്താഴം വലിയ വിലക്ക് മേടിച്ചു കൊണ്ടുപോയി റിസോർട്ടിൽ ഭംഗിയായിട്ട് പഴയ ഒരു ആൻറ്റിക്വിറ്റി പോലെ സൂക്ഷിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. പക്ഷേ പണ്ടത്തെ ഒരു വർത്തമാനമാണ്. എന്താണ്? അതായത് ഈ വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്തിട്ട് ആൾക്കാർ കഞ്ഞി കുത്തി കുടിക്കും, കഞ്ഞി വെച്ച് കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നീ ഇതുപോലെയുള്ള ഡയലോഗ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൃപ നിനക്കുണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും.
മനസ്സിലായില്ലേ? നീ കുഞ്ഞുനാളിലല്ലാത്ത എന്ത് നല്ല നന്മ പ്രവർത്തികളൊക്കെ ഒത്തിരി ചെയ്ത് കാണുമല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല നല്ല പ്രവർത്തികളും ചെയ്ത് കാണും. പക്ഷെ ദൈവത്തിനെ മറന്ന് ഇതുപോലെ നീ വെള്ളമടിച്ചതിൻ്റെ പേരിൽ ഭാര്യ നിൻ്റെ മേക്കെട്ടുകാരായിരിക്കാൻ വേണ്ടി അത് ഈ മൂടുപടമായിട്ടും നിൻ്റെ വീട്ടിൽ നിന്ന് തളർന്ന് കിടക്കുന്ന അപ്പൻ ശ്രീധരൻ തന്നില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ പെയ്തു പെറുക്കിയ എന്താ സംഭവിക്കാൻ പോണത്? നീ വിത്തിനിട്ടിരിക്കുന്ന നെല്ല് നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇരിപ്പ് ദ്രവ്യം, അതായത് നിൻ്റെ ഇരിപ്പ് ദ്രവ്യമില്ലേ, അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും, മണ്ടത്തരമാണ്. പക്ഷേ ഇത് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകണ്ടേ? പരിശുദ്ധാത്മാവിന് വീട്ടിൽ നിർത്തിയിട്ട് വേണ്ട പരിശുദ്ധാത്മാവ് ഉണ്ടാകാൻ. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവ് പറയട്ടെ, മകനെ ഇപ്പോഴും സംസാരിക്കരുത്, ഇതൊന്നും വിഷയമല്ല, അപ്പൻ തളർന്ന് കിടക്കുകയാണ്. അപ്പനെ കൊണ്ടല്ലല്ലോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യമില്ലേ? അത് ആരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പനെയും അമ്മനെയും കണ്ടുകൊണ്ടല്ല, സഹോദരങ്ങളെ കണ്ടുകൊണ്ടുമല്ല. എന്താണ്? ദൈവത്തെ ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? അപ്പനെന്ന പിതാവ് ഈ ഭൂമിയിൽ ആരെങ്കിലും അപ്പാ ഇപ്പാന്ന് വിളിക്കേണ്ട കാര്യമില്ല, നിൻ്റെ അപ്പൻ ഞാനാണ്. 10:23 വചനമില്ലേ? അല്ല, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:23 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ സ്ഥാനമെന്ന് പറയണത് എന്താണ്? അവൻ നിത്യനായ പിതാവ്. 9:54 വായിക്കുക. ഐസയ 9:54 എന്താ പറയണത്? അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു. ദൈവമാണ് പിതാവെന്ന്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ എന്താ പറ്റണത്? നിൻ്റെ പിതാവിൽ നിന്ന് നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ, നിൻ്റെ അമ്മായിയപ്പനിൽ നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ അത് പിതാവായ ദൈവം നിന്നെ റെക്ടിഫൈ ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാരാണ്? എല്ലാ കുറവുള്ളൊരു മനുഷ്യനാണത് പറഞ്ഞത്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടെ ദാവീദ് പറഞ്ഞാണ്. എപ്പോഴാണ് പറഞ്ഞത്? അതായത് എല്ലാ കുറവും ഉണ്ടെന്ന് ഉള്ളൊരു മനുഷ്യനാണ്. കാര്യം എന്താണ്? സാമൂഹ്യ അഭിഷേക തൈലമായിട്ട് വരുമ്പോൾ ജെസ്സെ ഓരോ മക്കളെ പിടിച്ച് നിർത്തുമ്പോഴേ അവനല്ലെന്ന് ആത്മാവ് സാമൂഹ്യ പ്രവാചകനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിനക്ക് ഇത്രയും മക്കളുള്ളത് ചോദിക്കാൻ പറഞ്ഞു ഒരുത്തരുണ്ട്, അവൻ എപ്പോഴും പാട്ടും കൂത്തുമായിട്ട് നടക്കുകയാണ്, അവനെക്കൊണ്ടൊരു കഥയുമില്ല, അവനെ പേര് ഞങ്ങൾ ആടനെ മേയ്ക്കാൻ പറഞ്ഞ് വിട്ടിരിക്കും. വിളി അവനെന്ന് പറയും. അവൻ വരുമ്പോൾ ആത്മാവ് പറയും ഇവനാണ് അവൻ. ആരാണ്? അവൻ്റെ തലയിലിട്ട് അഭിഷേക തൈലം ഒഴിക്കും. അവനായി എഴുതിയിരിക്കുന്നത് കർത്താവ് എൻ്റെ ഇടയനാണ്. എന്താ കാര്യം? എനിക്കൊന്നിനും കുറവില്ല. അപ്പൻ എനിക്ക് കുറേ കുറവ് കണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഒരിക്കൽ സാവൂൾ ചോദിക്കുവേ, നിനക്ക് വല്ല യുദ്ധം ചെയ്ത് വല്ല പരിചയം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്കതിന് കുറവാണ്, എൻ്റെ അപ്പൻ എന്നെ യുദ്ധമൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം നിനക്ക് പിന്നെ ഈ ഫിലിസ്തീനെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യണത്? അത് ഞാൻ കരടിയും സിംഹത്തിനൊക്കെ ആടിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ അതിനെ കാലെ പിടിച്ച് നിലത്തിട്ടടിച്ചിട്ടുണ്ട്. മാതാവി, സാവൂളെ എഴുന്നേക്കൂടനെ. കാര്യം സാവൂളൊരു പൂച്ചയെ പോലും കൊന്നിട്ടില്ല. അപ്പോഴാണ് ഒരുത്തമതി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാ കുറവുള്ള ആളാണ്, യുദ്ധം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഗോലിയാത്തിനെ കാണുമ്പോഴെന്താ പറയണത്? നീ നിൻ്റെ വാളിലും കുന്തത്തിലുമൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ പോയി എന്ന് കണ്ണീരോടെ ഒരു ജപമാല മൊത്തം ചൊല്ലിയതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്നെ അറിയാതെ പോയി കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പഴയ ജെറുസലേം മുഴുവനും 3 മണിക്കൂർ ഞാനും വിജയകുമാരും കൂടി അലഞ്ഞു നടന്നാണ് നട്ടപ്രാന്തം വെയിലത്ത്. അത്രയും മനസ്സുരുകി പ്രാർത്ഥിച്ചാണ്. കാര്യം ദാവീദ് ആരാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്ന് ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോ ദാവീദ് കുഴപ്പങ്ങളൊക്കെ കാണിച്ച ആളല്ലേ, പിന്നെ നീ എന്തിനാ എപ്പോഴും അവനെക്കുറിച്ച് പറയണമെന്ന്? അവനെക്കുറിച്ച് പറയാൻ കാര്യം അവൻ ദൈവം എന്ന് മാത്രമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. ദൈവം ആരാണെന്ന് അവനെ അറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ കൈപ്പിശക് സ്വന്തം ശരീരത്തിൻ്റെ പരവശ്യങ്ങൾ കൊണ്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിലും ദൈവം അവനെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവൻ എഴുതി വച്ചിരിക്കുന്ന സാധനമാണ്, എൻ്റെ അപ്പൻ എന്നെ തിരക്കിയിട്ടില്ല, യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, എന്നെ ആ മക്കളിൽ ഒരു നല്ല ആളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കാടിനെയും പശുവിനെയും മേയ്ക്കാൻ വിട്ടതാണ്. എനിക്കെല്ലാ കുറവുണ്ട്. പക്ഷെ കർത്താവ് എൻ്റെ ഇടയനായത് കാരണം ഈ കുറവൊന്നും ഞാൻ അംഗീകരിക്കത്തില്ലെന്ന്. അതാണ് പ്രശ്നം. എനിക്കൊന്നും മുട്ടുണ്ടാവില്ലെന്നില്ലേ, എനിക്ക് കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അംഗീകരിക്കത്തില്ല. എന്താ കാര്യം?
എല്ലാ കുറവിനെയും നികർത്തുന്നവനാണ് എൻ്റെ കർത്താവ്, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയും. ഇതാണ് ദൈവപൈതലെ ഇല്ലായ്മക്കാരൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അവന് വിശ്വാസം, അവന് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, അവന് സ്കില്ലില്ല, അവന് പെർഫോമൻസ് ഇല്ല, അവന് കപ്പാസിറ്റി ഇല്ല, അവന് പ്രൊഫഷൻസി ഇല്ല, അവന് പ്രൊഫൗണ്ടല്ല, അവന് ഒരു പ്രൊഫഷണലിസം ഇല്ല, ഒരു കോപ്പുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ, നാട്ടുകാരുടെ നാട്ടുഭാഷ പറഞ്ഞ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് ക്ഷമിക്കുക. പക്ഷേ ഞാൻ ആ കാര്യത്തിൻ്റെ ഈ വിഷമം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്നൊരു വിഷയത്തിൽ ദാവീദ് പക്ഷേ അത് അംഗീകരിക്കണില്ല. അവന് കർത്താവുള്ളപ്പോൾ എല്ലാം ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് നിലപാടെന്ന് പറയണത്. നിൻ്റെ വീട്ടിലെ ഓരോരോ ഇല്ലായ്മക്കാർ, അവർ തന്നില്ല, ഇവർ തന്നില്ല, അവരങ്ങനെ അന്ന് എന്നെ കയറ്റി വിട്ടിട്ട് ഞാൻ ഇന്ന് എവിടെ ഇരുന്നേനും, അന്ന് അയാൾക്ക് കെട്ടിയിരുന്നെങ്കിൽ എത്ര കല്യാണക്കാര്യം വന്നാണ്, വീട്ടുകാർ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ, അയാളെയാണ് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്ത് മെച്ചം ഉണ്ടായേനെ. ഇപ്പം ഞാൻ നിങ്ങളൊരു കണ്ടാമൃഗത്തോട് കാണിച്ചു തന്ന് അതിൻ്റെ പുറകെ ഇപ്പോൾ കെട്ടിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വാക്കപ്പെട്ട് പോകുന്നത്. ഇങ്ങനെ കഴിഞ്ഞകാല സംഭവം, വരാൻ പോണ സംഭവം ഓർത്തുകൊണ്ട് നിരാശയും വേദനയും ഭാരവും ദൈവത്തിന് മറന്നുള്ള സംസാരവും ദൈവത്തിലെ ഈ ഉടമ്പടിയോടുകൂടി എല്ലാം നീ അവസാനിപ്പിക്കണം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിനക്കെല്ലാം നേടാൻ വേണ്ടി ദൈവം നിനക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. ഇനി ദൈവം